നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും മുൻപ് മാവോയിസ്റ്റ് സ്വാധീനം വളരെ ശക്തമായിരുന്ന ചില ഉൾപ്രദേശങ്ങൾ. ആ അവിടേക്ക് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് എത്തുന്നത്, എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരി. നമ്മുടെ കയ്യിലുള്ളത് ദി ഹിന്ദു പത്രത്തിലെ ഒരു റിപ്പോർട്ടും പിന്നെ ലേണേഴ്സ് IASന്റെ കുറച്ച് സ്റ്റഡി നോട്ട്സുമാണ്. ഉം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയാലോ? തീർച്ചയായും പോകാം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തര സുരക്ഷ, ഗവേണൻസ്, ഈ വിഷയങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ. ഈ UPSCയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പ്രിലിംസിനും മെയിൻസിനും ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ചുരുക്കത്തിലൊന്ന് പറയാമോ? പറയാം. പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷ തീവ്രവാദം, അതായത് LW, മാവോയിസം, പിന്നെ അബുജ്മത് പോലുള്ള സ്ഥലങ്ങൾ. ആ, അബുജ്മത്. അതെ. പിന്നെ സർക്കാർ പദ്ധതികൾ, ഈ നിയാദ് നെല്ലനാർ, PMAO, തൊഴിലുറപ്പ് പദ്ധതി, ഇതൊക്കെ ഗവർണൻസ് പൊളിറ്റി ഭാഗത്തും ചോദ്യങ്ങൾ വരാം. മെയിൻസിലോ? മെയിൻസിൽ ഇത് GS പേപ്പർ 3 നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. വികസനവും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം, പിന്നെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ, ഇതൊക്കെ. ശരി. അതുപോലെ GS പേപ്പർ 2ലും വരും. സർക്കാർ നയങ്ങൾ, അതിൻ്റെ നടത്തിപ്പ്, ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ, ആ ഏരിയയിലും ഇത് കണക്റ്റഡ് ആണ്. വളരെ ശരിയാണ്. അപ്പോ ദ ഹിന്ദു റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങളിലേക്ക് വരാം. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലുള്ള ഈ അബുജ്മത് ഭയങ്കര കാടാണല്ലേ? അതെ അതെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഗവൺമെന്റ് എത്താൻ ശ്രമിക്കുന്നു. അതാണ് പ്രധാന കാര്യം. ആ, വർഷങ്ങളായിട്ട് സർക്കാരിന് അങ്ങോട്ടൊരു ആക്സസ് ഇല്ലായിരുന്നു. അപ്പം അതിനൊരു രീതിയുണ്ട് അവർക്ക്. എന്താണത്? ആദ്യം സെക്യൂരിറ്റി ഫോഴ്സിന്റെ ക്യാമ്പ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് റോഡുണ്ടാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ സർക്കാർ സേവനങ്ങളും മറ്റും എത്തിക്കുന്നത്. ഈ നിയാദ് നെല്ലനാർ പദ്ധതിയെന്ന് റിപ്പോർട്ടിൽ കണ്ടു. അതെന്താണ് സംഭവം? അത് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഗോത്രഭാഷയിൽ ആ പേര്. ഓഹോ. നല്ല ഗ്രാമം എന്നാണർത്ഥം. പുതിയതായിട്ട് തുടങ്ങുന്ന സെക്യൂരിറ്റി ക്യാമ്പുകളില്ലേ, അതിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളിൽ ഏകദേശം ഒരു 30 അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും എത്തിക്കുക. റേഷൻ കട, സ്കൂള്, ഹെൽത്ത് സെന്റർ, അംഗനവാടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. കേൾക്കുമ്പോ കള്ളം. പക്ഷേ റിപ്പോർട്ടിൽ തന്നെ ഇതിന്റെ പ്രശ്നങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒന്ന്, ആ സ്ഥലത്തിന്റെ ഒരു കിടപ്പ് തന്നെ ഭയങ്കര ദുർഘടമാണ്. ശരിയാണ്. അപ്പോ റോഡ് പണിയാനൊക്കെ സാധാരണ സ്ഥലത്തേക്കാളും 4 ഇരട്ടി വരെ ചെലവ് വരുമെന്നാണ് പറയുന്നത്. പിന്നെ നല്ല പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ആ, കറണ്ടില്ല, മൊബൈൽ റേഞ്ചില്ല, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഈ ക്ഷേമ പദ്ധതികൾ കൊണ്ടുകൊടുക്കുന്നതിലും ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഈ പൈസ വാങ്ങാൻ പോലും ഗ്രാമത്തിലുള്ളവർക്ക് ഒരുപാട് യാത്ര ചെയ്യണം, അതിന് തന്നെ നല്ല കാശ് ചെലവാകുമെന്നൊക്കെ. ശരിയാണ്. അതാണ് ഈ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്ന് പറയുന്ന പ്രശ്നം. സഹായം കിട്ടും, പക്ഷെ അത് കയ്യിലെത്താൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതിനിടയിലും ഒരു നല്ല കാര്യം കാണുന്നുണ്ട്. അതെന്താണ്? മാവോയിസ്റ്റുകളെ പേടി കുറഞ്ഞതുകൊണ്ടാവാം ഗ്രാമവാസികളിപ്പോൾ സർക്കാരിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, സഹായം ചോദിക്കുന്നു, തൊഴിലുറപ്പ് ജോലി വേണമെന്ന് പറയുന്നു. അതൊരു മാറ്റമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിലിംസിന് വേണ്ടി ചില ബേസിക് കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് കോർ കൺസെപ്റ്റ്സ്? ഒന്ന്, ഈ ഇടതുപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ മാവോയിസം. അതായത് ഈ മാവോയിസ്റ്റ് ആശയങ്ങൾ വെച്ചിട്ട് ഒരു സായുധ പോരാട്ടത്തിലൂടെ ഭരണകൂടത്തെ മാറ്റണം എന്ന് കരുതുന്നവർ. ആ, ചുവപ്പ് ഇടനാഴി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ അതെ. അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണിത്. ബസ്തർ അതിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. പിന്നെ അബുജ്മത്, നേരത്തെ പറഞ്ഞ ആ കാടും മലകളും നിറഞ്ഞ മാവോയിസ്റ്റുകളുടെ ഒരു താവളം പോലെ പ്രവർത്തിച്ചിരുന്ന സ്ഥലം. പിന്നെ ഈ ക്ലിയർ ഹോൾഡ് ബിൽഡ് തന്ത്രം, അത് ഈ വാർത്തയുമായി എങ്ങനെ ബന്ധപ്പെടുത്താം? അതൊരു സ്റ്റാൻഡേർഡ് തീവ്രവാദ വിരുദ്ധ തന്ത്രമാണ്. ക്ലിയർ എന്ന് വെച്ചാൽ തീവ്രവാദികളെ അവിടുന്ന് മാറ്റുക. ഓക്കെ. ഹോൾഡ് എന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി പോസ്റ്റൊക്കെ ഇട്ട് ആ സ്ഥലം നിയന്ത്രണത്തിലാക്കുക. ബിൽഡ് എന്ന് വെച്ചാൽ അവിടെ ഭരണം കൊണ്ടുവരിക, വികസനം കൊണ്ടുവരിക, ജനങ്ങളുടെ വിശ്വാസം നേടുക. അപ്പോ ബസ്തറിലിപ്പോ നടക്കുന്നത് ഇതാണല്ലേ? അതെ. ഈ സെക്യൂരിറ്റി ക്യാമ്പുകൾ ഹോൾഡാണ്. റോഡ് പണി, നിയാദ് നെല്ലനാരൊക്കെ ബിൽഡ് ഘട്ടത്തിന്റെ ഭാഗമാണ്. ആ, ശരി ശരി. അപ്പോ നിയാദ് നെല്ലനാർ പദ്ധതിയും ഈ തന്ത്രത്തിന്റെ ഭാഗം തന്നെ. അതെ, ബിൽഡ് ഘട്ടത്തിലെ ഒരു പ്രധാന ഉദാഹരണം. ഇനി നമുക്ക് മെയിൻസിന്റെ ആംഗിളിൽ നോക്കാം. ഇത് വെറും ഒരു സെക്യൂരിറ്റി പ്രശ്നം മാത്രമല്ലല്ലോ, അതിനപ്പുറം എന്തൊക്കെയുണ്ട്? തീർച്ചയായുമില്ല. ഇത് ഗവേണൻസിന്റെയും ഡെവലപ്മെന്റിന്റെയും ഒരു കോംപ്ലക്സ് ഇഷ്യൂ ആണ്. ഈ സെക്യൂരിറ്റി ക്യാമ്പ് വെച്ച് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന മോഡലിന്
അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാവോയിസ്റ്റ് കൺട്രോൾ കുറയ്ക്കാൻ പറ്റുന്നു. കാലങ്ങളായിട്ട് ആർക്കും എത്താൻ പറ്റാതിരുന്ന സ്ഥലത്ത് റോഡും മറ്റ് സൗകര്യങ്ങളും വരുന്നു. ക്ഷേമപദ്ധതികൾ എത്തുന്നു. ഒരുപക്ഷെ ഗവൺമെന്റിൽ കുറച്ചെങ്കിലും വിശ്വാസം വരാൻ ഇത് സഹായിച്ചേക്കാം. എന്നാൽ അതിന്റെ പ്രശ്നങ്ങളോ, വെല്ലുവിളികൾ? ഒന്ന്, ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വരാം എന്നൊരു ആരോപണം എപ്പോഴും ഉണ്ടാവാറുണ്ട്. 2, നേരത്തെ പറഞ്ഞ ലാസ്റ്റ് മൈൽ ഡെലിവറി പ്രശ്നം. പദ്ധതി തുടങ്ങിയാലും അതിന്റെ ഗുണം സാധാരണക്കാരന് കിട്ടണമെന്നില്ല. ശരിയാണ്. പിന്നെ ഇതിനൊക്കെ വരുന്ന ഭയങ്കരമായ ചെലവ്. 4, ഈ പട്ടാളക്കാരുടെ വലിയ സാന്നിധ്യം. അത് ചിലപ്പോൾ അവിടത്തെ ആദിവാസി സമൂഹങ്ങൾക്ക് ഒരു അസ്വസ്ഥതയുണ്ടാക്കാം. അവരെ സർക്കാരിൽ നിന്ന് അകറ്റാനും സാധ്യതയുണ്ട്. അവരുടെ ജീവിതരീതി, സംസ്കാരം, ഇതിനെയൊക്കെ ഇത് ബാധിക്കാം. അപ്പോ എന്താണ് ശരിക്കും വേണ്ടത്? മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം? ഈ ക്ലിയർ ഹോൾഡ് ബിൽഡ് തന്ത്രം ആവശ്യമായിരിക്കും. പക്ഷേ ആ ബിൽഡ് ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. സെക്യൂരിറ്റി മാത്രം പോരാ. വളരെ സെൻസിറ്റീവായിട്ടുള്ള എന്നാൽ കാര്യക്ഷമമായ ഭരണം അവിടെ വരണം. ഓരോ സ്ഥലത്തിനും പറ്റിയ ലോക്കൽ സൊല്യൂഷൻസ് വേണം. പഞ്ചായത്തുകൾ, ഗ്രാമസഭകൾ അവരെ ശക്തിപ്പെടുത്തണം. റോഡ് മാത്രമല്ല, ഡിജിറ്റൽ കണക്ടിവിറ്റി, ബാങ്കിംഗ് സൗകര്യങ്ങൾ ഇതും പ്രധാനമാണ്. അപ്പോ വിജയമെന്ന് പറയുന്നത് മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വികസനം എല്ലാവരെയും ഉൾക്കൊള്ളണം. ആദിവാസി ജനതയുടെ അവകാശങ്ങളും സംസ്കാരവും മാനിക്കണം. അവരുടെ വിശ്വാസം നേടണം. അങ്ങനെയല്ലേ? അതെ, അതാണ് കാര്യം. കൃത്യമായി പറഞ്ഞാൽ അതാണ്. സെക്യൂരിറ്റി വേണം, പക്ഷേ അവസാനം ലക്ഷ്യം വെക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയവും മനസ്സും നേടുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ സുരക്ഷയും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും അതിലെ സങ്കീർണതകളുമൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സെക്യൂരിറ്റി ഡെവലപ്മെന്റ് മോഡൽ ശരിക്കും വിജയിക്കണമെങ്കിൽ അവിടുത്തെ ആദിവാസി സമൂഹങ്ങളുടെ ആ തനതായ കൾച്ചറിനെയും ജീവിതരീതിയെയും എത്രത്തോളം ബഹുമാനിക്കാൻ പറ്റും? വെറും റോഡും കെട്ടിടവും കൊടുത്താൽ മതിയോ? അതോ അവരുടെ വിശ്വാസം നേടാൻ വേറെന്തെങ്കിലും ചെയ്യണോ? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശരി, അപ്പോൾ നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ അടുത്ത വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ സമുദ്രവും അന്തരീക്ഷവും തമ്മിലുള്ള അത്ര സാധാരണമല്ലാത്തൊരു ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം. അതായത്, കടലിൽ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ സാധാരണ കരുതുന്നത്? ഉപരിതലത്തിലെ വെള്ളം ഭാരം കുറയുമെന്നല്ലേ? അതെ. കാരണം ശുദ്ധജലം ചേരുമ്പോൾ ഉപ്പിന്റെ അംശം കുറയുമല്ലോ. അപ്പോ സാന്ദ്രത കുറഞ്ഞ വെള്ളം ഭാരം കുറഞ്ഞതാകും. അതാണ് നമ്മുടെ ഒരു പൊതുവായ ധാരണ. എന്നാൽ ഒരു പുതിയ പഠനം പറയുന്നത് അതങ്ങനെയല്ല. ചിലപ്പോൾ നേരെ തിരിച്ചും സംഭവിക്കാം എന്നാണല്ലോ. അതെ, അതാണിതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. പ്രത്യേകിച്ച് ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. ഓക്കെ, അതെങ്ങനെയാണ്? ഈ മഴവെള്ളം വീണിട്ടും ഭാരം കൂടുന്നതെങ്ങനെയാണ്? അവിടെയാണ് ഈ കോൾഡ് പൂൾസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഈ കനത്ത മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ കോൾഡ് പൂളുകൾ. കോൾഡ് പൂൾസ് അതെന്താണ്? അത് ശരിക്കു പറഞ്ഞാൽ തണുത്തതും അതേസമയം കുറച്ച് വരണ്ടതുമായ വായുപ്രവാഹങ്ങളാണ്. മഴമേഘങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന കാറ്റാണ്. ഓക്കെ. ഈ തണുത്ത കാറ്റ് കടലിന്റെ ഉപരിതലത്തിൽ അടിക്കുമ്പോൾ അത് ആ ഉപരിതലത്തിലെ വെള്ളത്തെ കാര്യമായിട്ട് തണുപ്പിക്കും. ശരി. അപ്പോ ഈ തണുപ്പിക്കൽ, അതായത് ടെമ്പറേച്ചർ കുറയുന്നത്, അത് വെള്ളത്തിന്റെ സാന്ദ്രത കൂട്ടുമല്ലോ. വെള്ളം തണുക്കുമ്പോൾ ചുരുങ്ങും, ഡെൻസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ മഴവെള്ളം ചേർന്ന സാന്ദ്രത കുറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതേസമയം ഈ തണുത്ത കാറ്റ് കാരണം സാന്ദ്രത കൂടുന്ന മറ്റൊരു എഫക്റ്റും ഉണ്ട്. അതെ, ഈ രണ്ടാമത്തെ എഫക്റ്റ്, അതായത് തണുക്കുന്നത് കൊണ്ടുള്ള സാന്ദ്രതാവർദ്ധനവ്, മറ്റേ മഴവെള്ളം ചേരുന്നത് വഴിയുള്ള നീർപ്പിക്കലിനേക്കാൾ ശക്തമാകുമ്പോഴാണ്. ഉപരിതലത്തിലെ വെള്ളം യഥാർത്ഥത്തിൽ ഭാരം കൂടുന്നത്, കൂടുതൽ ഡെൻസാകുന്നത്. ഓഹോ, അപ്പൊ ഭാരം കൂടിയ വെള്ളം സ്വാഭാവികമായും താഴേക്ക് പോകുമല്ലോ അല്ലേ? അതെ, കൃത്യമായി. അങ്ങനെയാണ് ഈ ഓഷ്യൻ മിക്സിംഗ് അഥവാ സമുദ്രജലത്തിന്റെ കൂടിച്ചേരൽ നടക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ഓഷ്യൻ മിക്സിംഗ്. കാരണം ഇത് സമുദ്രത്തിന്റെ മുകളിലുള്ള ചൂട്, കാർബൺ, പിന്നെ ഈ പോഷകങ്ങളൊക്കെ അതൊക്കെ ആഴക്കടലിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇതെവിടെയാണ് കൂടുതലായി കാണുന്നത്? ഈ പഠനം പറയുന്നത് പടിഞ്ഞാറൻ പസഫിക്, പിന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം, ഈ ഭാഗങ്ങളിലൊക്കെ തണുത്ത മഴമേഖലകൾ, കോൾഡ് റെയിൻ സോൺസ് ഉണ്ട്.
അവിടെ ഈ പ്രതിഭാസം കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പുതിയ അറിവാണല്ലോ. നമ്മുടെ കാലാവസ്ഥയെയും കടലിലെ ജീവജാലങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഓഷൻ മിക്സിംഗ്. അപ്പോൾ ഇത് നമ്മുടെ UPSC പരീക്ഷാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക? തീർച്ചയായും UPSCക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിന്റെ കാര്യം നോക്കിയാൽ ജിയോഗ്രഫിയിലെ ഒഷിയാനോഗ്രാഫി, ക്ലൈമറ്റോളജി ഭാഗത്ത് ശരി. ഈ ഓഷൻ ബ്യൂയൻസി, അതായത് വെള്ളത്തിന് പൊങ്ങിക്കിടക്കാനുള്ള കഴിവ്, പിന്നെ സാലിനിറ്റി അഥവാ ലവണാംശം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ഈ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഈ ഓഷൻ മിക്സിംഗ്, കോൾഡ് പൂൾസ്, പിന്നെ ബ്യൂയൻസി ഫ്ലക്സ്, അതായത് ഈ സാന്ദ്രതയിലുള്ള മാറ്റം കാരണം മുകളിലേക്കോ താഴേക്കോ ഉണ്ടാകുന്ന ഒഴുക്ക്, ഈ ടേംസ് ഒക്കെ പ്രധാനമാണ്. എൻവയോൺമെന്റ് ഭാഗത്തും ഇതിന് ബന്ധമുണ്ടാകുമല്ലോ അല്ലേ? ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ. ഉറപ്പായും കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ താപനിലയെയും മഴയുടെ രീതികളെയും മാറ്റുമല്ലോ. അപ്പോൾ ഈ പ്രതിഭാസത്തെ അതെങ്ങനെ ബാധിക്കാമെന്നതൊക്കെ എൻവയോൺമെന്റ് പേപ്പറിൽ വരാം. ഇനി മെയിൻസിന്റെ കാര്യം പറഞ്ഞാലോ? GS പേപ്പർ 1 പിന്നെ GS പേപ്പർ 3, അവിടെ ഇതിന്റെ പ്രാധാന്യം എന്താണ്? മെയിൻസിന് നമ്മൾ ഇതിന്റെ പ്രായോഗിക വശങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ കണ്ടെത്തൽ നമ്മുടെ കാലാവസ്ഥാ മോഡലുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. എങ്ങനെ? കാരണം കടലിന്റെ ഉപരിതലത്തിൽ എങ്ങനെയാണ് ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മൺസൂൺ പ്രവചനങ്ങൾ, ശരിയാണ്. അതുപോലെ ചുഴലിക്കാറ്റുകളുടെ തീവ്രത പ്രവചിക്കുന്നത്, ഇതൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും. ഇത് GS പേപ്പർ 3ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. 2, ഈ സമുദ്രത്തിലെ താപം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതിനെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഇത് കടലിലെ ജൈവവൈവിധ്യം, മത്സ്യബന്ധനം, ഇതിനൊക്കെ ബാധിക്കാം. ഇത് GS പേപ്പർ 1 ജിയോഗ്രഫി, GS പേപ്പർ 3 എൻവയോൺമെന്റ്, ഇക്കണോമി എന്നിവയിലൊക്കെ വരാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, കടലിൽ പെയ്യുന്ന കനത്ത മഴ തണുത്ത കാറ്റുമായി ചേരുമ്പോൾ അത് എല്ലായ്പ്പോഴും ഉപരിതലത്തിലെ വെള്ളത്തെ ഭാരം കുറഞ്ഞതാക്കുകയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ഭാരം കൂട്ടാനും അങ്ങനെ സമുദ്രത്തിലെ മിശ്രണം കൂട്ടാനും കാരണമാകുന്നു. അതെ, ഇത് നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളെയും സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയൊക്കെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. മൺസൂണ്, ചുഴലിക്കാറ്റൊക്കെ നമുക്ക് പ്രധാനമാണല്ലോ. വളരെ ശരിയാണ്. നമ്മുടെ സമുദ്ര നിരീക്ഷണ സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ് ഒക്കെ, അതിലൊക്കെ ഈ പുതിയ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ശരിയാണ്. മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥാ സിസ്റ്റം എത്രമാത്രം സങ്കീർണമാണെന്നും നമ്മൾ ലളിതമായി കരുതുന്ന പല ധാരണകളും ചിലപ്പോൾ പൂർണ്ണമായി ശരിയാവണമെന്നില്ല എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഭൂമിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഈ സമുദ്രവും അന്തരീക്ഷവും തമ്മിലുള്ള ഈ ഒരു ഇന്ററാക്ഷൻ, അതിൽ തന്നെ എത്രമാത്രം കോംപ്ലക്സിറ്റി ആണല്ലേ? അതെ, ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾ ആവശ്യമുള്ള ഒരു മേഖലയാണിത്. ശരിയാണ്. ഇത് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം തന്നെ. എന്തായാലും വളരെ നന്ദി. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ കാറ്റാടി ഊർജത്തെക്കുറിച്ച്, അതായത് വിൻഡ് എനർജിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം, അല്ലേ? തീർച്ചയായും. ഒരു പ്രധാനപ്പെട്ട പഠനം മുന്നിലുണ്ട്. അപ്പൊ അതിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരി. ആദ്യം തന്നെ UPSC പരീക്ഷയുടെ കാര്യം പറയാം. ഇത് എവിടെയൊക്കെ വരും? പ്രിലിംസിന് നോക്കിയാൽ പരിസ്ഥിതി, എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി ഭാഗത്ത് വരും. പുനരുപയോഗ ഊർജം, പിന്നെ ജൈവ വൈവിധ്യം, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പോലുള്ള പക്ഷികൾ, സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ, ഇതൊക്കെ പ്രധാനം. അതെ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ചും ചോദിക്കാം. പിന്നെ ഗവേണൻസ് ഭാഗത്തും വരാം. അതെ. നാഷണൽ ഓഫ്ഷോർ വിൻഡ് എനർജി പോളിസി, പിന്നെ പാരിസ്ഥിതിക ആഘാത പഠനം EAI, അതൊക്കെ ഗവൺമെന്റ്സിന്റെ ഭാഗമാണ്. മെയിൻസിലോ? മെയിൻസിന് ഇത് GS പേപ്പർ 3ൽ വരും. ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പിന്നെ കൺസർവേഷൻ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, EIA. ശരിക്കും പറഞ്ഞാൽ ഈ വികസനവും പരിസ്ഥിതിയും എന്നൊരു വലിയ തർക്കവിഷയമില്ലേ? ഉണ്ട്. അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ വിഷയം. ഓക്കെ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ പഠനം. അതിന്റെ കണ്ടെത്തൽ എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിലെ കാറ്റാടിപ്പാടങ്ങളിലെ പക്ഷികൾ ചത്തൊടുങ്ങുന്ന നിരക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതലാണത്രേ. ആഹാ, അത് വളരെ ഗൗരവമുള്ളൊരു കണ്ടെത്തലാണ്. ഞാനിത് കേട്ട് ശരിക്കും ഒന്ന് ഞെട്ടി. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ നടത്തിയ പഠനത്തിലാണിത് കണ്ടെത്തിയത്.
ലോകത്തിലെ ഏറ്റവും കൂടുതലെന്ന് പറയുമ്പോൾ. അതെ, അത് ചെറിയ കാര്യമല്ല. ഇതിന്റെ ഗൗരവം കൂട്ടുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ താർ പ്രദേശം അത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് GIB എന്ന് പറയും, ആ പക്ഷികളുടെ പ്രധാന വാസസ്ഥലങ്ങളിലൊന്നാണ്. ഓ ശരി, ആ പക്ഷികളിപ്പോ തന്നെ വംശനാശ ഭീഷണിയിലാണല്ലോ. അതെ, വളരെ കുറച്ച് എണ്ണമേ ഇപ്പോൾ ഉള്ളൂ. അതിന്റെ കൂടെയാണ് ഈയൊരു പ്രശ്നം വരുന്നത്. പോരാത്തതിന് ഈ താർ മരുഭൂമി എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയുടെ, അതായത് ദേശാടന പക്ഷികളുടെ ഒരു പ്രധാന പാതയുടെ ഭാഗമാണ്. അപ്പോ അതും മരണനിരക്ക് കൂടാനൊരു കാരണമാകുന്നുണ്ടാവും അല്ലേ? അതെ, തീർച്ചയായും ദേശാടന പക്ഷികളും ഈ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ കാറ്റാടി യന്ത്രത്തിന്റെ ബ്ലേഡിൽ തട്ടി മാത്രമാണോ ഈ അപകടം, അതോ വേറെയും കാരണങ്ങളുണ്ടോ? ബ്ലേഡുകൾ ഒരു പ്രധാന കാരണം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, ഈ കാറ്റാടിപ്പാടങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനുകളില്ലേ? ഹൈ ടെൻഷൻ ലൈനുകൾ. അതെ, അതിൽ തട്ടിയും ധാരാളം പക്ഷികൾക്ക്, പ്രത്യേകിച്ച് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പോലുള്ള വലിയ പക്ഷികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിനൊരു പരിഹാരം? പഠനം എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ? പ്രധാനമായിട്ടും പറയുന്നത്, ഈ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണമെന്നാണ്. അതായത് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി പാരിസ്ഥിതികമായി പ്രാധാന്യം കുറഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തണം. ശരിയാണ്. ഇപ്പോ ഇന്ത്യ കടലിൽ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണല്ലോ, ഓഫ്ഷോർ വിൻഡ് ഫാമുകൾ. അപ്പോ അവിടെ ഈ പ്രശ്നം എങ്ങനെയായിരിക്കും? അതൊരു വലിയ വെല്ലുവിളിയാണ്. കരയിലെ പ്രശ്നങ്ങൾ കടലിലുമുണ്ടാകാം, ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമാകാം. അതുകൊണ്ട് തന്നെ കടലിൽ പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് വളരെ വിശദമായ മറൈൻ സ്പേഷ്യൽ പ്ലാനിംഗ് MSP എന്ന് പറയും, അത് നടത്തണം. MSP അതെന്താണ്? അതായത് കടലിലെ വിവിധ താൽപ്പര്യങ്ങൾ, മത്സ്യബന്ധനം, ഗതാഗതം, ടൂറിസം, പിന്നെ ഈ ഊർജ്ജ ഉൽപ്പാദനം, ഇവയൊക്കെ പരിസ്ഥിതിക്ക് ദോഷം വരാതെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് ശാസ്ത്രീയമായി പ്ലാൻ ചെയ്യുന്ന പ്രക്രിയയാണ് MSP. ഓക്കെ, അതോടൊപ്പം EIAയും വേണ്ടിവരുമല്ലോ? നിർബന്ധമായും. ഓരോ ഓഫ്ഷോർ പദ്ധതിക്കും അതിൻ്റേതായ പാരിസ്ഥിതിക ആഘാത പഠനം വേണം. കടലിലെ ആവാസവ്യവസ്ഥയും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ശരി. അപ്പോ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ചില പ്രധാന ആശയങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം അല്ലേ? അതെ, പെട്ടെന്ന് പറയാം. 1. വിൻഡ് എനർജി, കാറ്റിൽ നിന്ന് വൈദ്യുതി. 2. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ, ദേശാടന പക്ഷികളുടെ വഴി. 3. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി. 4. ഓഫ്ഷോർ വിൻഡ് എനർജി, കടലിലെ കാറ്റാടിപ്പാടം. 5. മാരൈൻ സ്പേഷ്യൽ പ്ലാനിംഗ് MSP, കടലിലെ സ്ഥലവിനിയോഗ ആസൂത്രണം. 6. പാരിസ്ഥിതിക ആഘാത പഠനം EIA, പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രത്യാഘാതം വിലയിരുത്തൽ. അതെ. ഇനി മെയിൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ളൊരു ക്ലാസിക് ഉദാഹരണമാണ്. എങ്ങനെയാണത്? നോക്കൂ, ഇന്ത്യക്ക് ക്ലൈമറ്റ് ടാർഗറ്റുകളുണ്ട്, ഊർജ്ജ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാറ്റാടി ഊർജ്ജം പോലുള്ള റിന്യൂവബിൾ എനർജി നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഊർജ്ജ പദ്ധതികൾക്ക് ഏറ്റവും സാധ്യതയുള്ള നല്ല കാറ്റുള്ള സ്ഥലങ്ങൾ താർ മരുഭൂമി പോലെ, അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ പോലെ, പലപ്പോഴും പാരിസ്ഥിതികമായി വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ശരിയാണ്. അപ്പോ ഒരു ഭാഗത്ത് ഊർജ്ജ സുരക്ഷ, മറുഭാഗത്ത് പരിസ്ഥിതി സംരക്ഷണം. അതെ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ ഹരിത ഊർജ്ജമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന പാരിസ്ഥിതിക വില എന്താണ്? ഊർജ്ജം ഗ്രീനാകുന്നത് കാർബൺ പുറന്തള്ളൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണോ? അതോ ആ പ്രക്രിയയിൽ മറ്റു ജീവജാലങ്ങൾക്കോ ആവാസവ്യവസ്ഥയ്ക്കോ ദോഷം സംഭവിക്കുന്നില്ല എന്നുകൂടി ഉറപ്പാക്കുമ്പോഴാണോ? അതൊരു പ്രധാന ചോദ്യമാണ്. ശരിക്കും ഹരിതമാകണമെങ്കിൽ രണ്ടാമത്തത് കൂടി വേണ്ടേ? തീർച്ചയായും. അവിടെയാണ് കൂടുതൽ സുസ്ഥിരവും ശാസ്ത്രീയവുമായ ഒരു സമീപനം ആവശ്യം. കാറ്റാടിപ്പാടങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ കൃത്യമായ പഠനങ്ങൾ നടത്തുക, EIA കർശനമാക്കുക, പക്ഷികൾക്ക് അപകടം കുറയ്ക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ, ഉദാഹരണത്തിന് ബ്ലേഡുകൾക്ക് നിറം കൊടുക്കുക, അല്ലെങ്കിൽ അവയുടെ വേഗത നിയന്ത്രിക്കുക പോലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുക. കടലിലാണെങ്കിൽ MSP ഉറപ്പാക്കുക. അപ്പോ ലക്ഷ്യം യഥാർത്ഥത്തിലുള്ള ഒരു ഹരിത ഊർജ്ജ പരിവർത്തനമാണ് അല്ലേ? പേരിൽ മാത്രമല്ല, പ്രവൃത്തിയിലും അത് ഹരിതമാകണം. അതെ, അത് തന്നെ. ശരിയാണ്. ഊർജവും വേണം, പ്രകൃതിയും വേണം. രണ്ടും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും ഒന്ന് ആലോചിക്കാം. എന്താണ് യഥാർത്ഥ ഹരിത ഊർജം? അത് കേവലം കാർബൺ കുറയ്ക്കുന്നതിൽ ഒതുങ്ങുന്നുണ്ടോ? അതോ നമ്മുടെ ജൈവവൈവിധ്യ സംരക്ഷണം കൂടി അതിന്റെ ഭാഗമാണോ? എന്തായാലും ഇന്നത്തെ ഈ ചർച്ച നമുക്ക് ഇവിടെ നിർത്താം. ശരി.
അടുത്തതായി ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയുമായി വരാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രധാന വിഷയത്തിലേക്കാണ് അവരുടെ വ്യാപാര തർക്കങ്ങളിലേക്കൊന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, പ്രത്യേകിച്ച് അമേരിക്ക അടുത്തിടെ പ്രഖ്യാപിച്ച ആ പുതിയ താരിഫുകൾ. അതെ, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? തീർച്ചയായും. UPSC പ്രിലിമിനറിയിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പിന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, അതിൽ വിദേശ വ്യാപാരം, താരിഫുകൾ, WTO ഒക്കെ വരും. മെയിൻസിലോ? മെയിൻസിൽ GS പേപ്പർ 2 വരും. അതായത് വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ഉഭയകക്ഷി കരാറുകൾ. പിന്നെ GS പേപ്പർ 3ലുമുണ്ട്. ഓക്കെ, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, വളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി, അപ്പൊ എന്താണ് ഈ പുതിയ സംഭവം? ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് ഒരു 25% അധിക താരിഫ് ചുമത്തും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെനാൽറ്റി പോലെ. അതിന് കാരണമായി അവർ പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചില ഇടപാടുകളാണ്. ഊർജം, സൈനികം. അതുപോലെ ഇന്ത്യയുടെ താരിഫുകൾ ഉയർന്നതാണെന്നും താരിഫ് ഇതര തടസ്സങ്ങൾ ഉണ്ടെന്നും പറയുന്നു. അതെ. ഏറ്റവും രസകരമായ കാര്യം, ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിനു വേണ്ടി ചർച്ചകളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു നീക്കം വരുന്നത്. അത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. ശരിയാണ്. ഇതിലൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ താരിഫുകൾ വന്നാൽ US മാർക്കറ്റിൽ ഇന്ത്യയുടെ എതിരാളികൾക്ക്, അതായത് വിയറ്റ്നാം, കൊറിയ, ഇന്തോനേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഒരു മുൻതൂക്കം കിട്ടിയേക്കാം. നമ്മുടെ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും പ്രതികരിച്ചത്, ആരുമായി വ്യാപാരം നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ പരമാധികാരപരമായ കാര്യമാണെന്നും രാജ്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യുമെന്നും പറഞ്ഞു. പിന്നെയോ? ലോകവ്യാപാര സംഘടനയെ, അതായത് WTOയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നടപടിക്കെതിരെ പ്രതികാര താരിഫുകൾ ചുമത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന്. ശരി, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ട വാക്കുകൾ, വ്യാപാരവുമായി ബന്ധപ്പെട്ടവ, അതൊന്നോർത്താൽ നല്ലതല്ലേ? നല്ലതാണ്. പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത് താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും, അതായത് ടാരിഫ്സ് ആൻഡ് NTBs. ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള നികുതി. സിമ്പിൾ. NTB കുറച്ചുകൂടി സങ്കീർണമാണ്. കോട്ടകൾ, അതായത് ഇത്ര അളവേ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള നിയന്ത്രണം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റായ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ NTBയിൽ വരും. ഓക്കെ. അടുത്തത് ഉഭയകക്ഷി വ്യാപാര കരാർ, BTA. അത് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ കച്ചവടം എളുപ്പമാക്കാനുള്ള ഒരു എഗ്രിമെന്റ്. ഇപ്പോൾ ഇന്ത്യയും USഉം ചർച്ച ചെയ്യുന്നത് അങ്ങനെയൊന്നാണ്. പിന്നെ പ്രതികാര താരിഫുകൾ, റീറ്റാലിയേറ്ററി ടാരിഫ്സ്. ഒരു രാജ്യം നമ്മുടെ മേൽ താരിഫ് ചുമത്തുമ്പോൾ നമ്മുടെ തിരിച്ചും താരിഫ് ചുമത്തുന്നത്, ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ശരി. അവസാനമായി ലോക വ്യാപാര സംഘടന, WTO. WTO. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവട നിയമങ്ങളൊക്കെ നോക്കുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. തർക്കങ്ങൾ പരിഹരിക്കാനും അവർക്ക് സംവിധാനമുണ്ട്. വളരെ വ്യക്തമായി. നന്ദി. ഇനി നമുക്ക് ഇതിന്റെ ഒരു വലിയ ചിത്രം, അതായത് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാലോ? തീർച്ചയായും. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശത്തെ ശരിക്കും പരീക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി. അതായത് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നമ്മുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിദേശ നയവും സാമ്പത്തിക നയവുമൊക്കെ തീരുമാനിക്കാനുള്ള നമ്മുടെ കഴിവ്. അതിനെയാണ് ഈ സാഹചര്യം ചോദ്യം ചെയ്യുന്നത്. സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? തീർച്ചയായും കയറ്റുമതിയെ ബാധിക്കും. പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന മേഖലകളെ. അതെ, ആ മേഖലകളിൽ ഒരുപാട് ചെറുകിട യൂണിറ്റുകളുണ്ട്. ശരിയാണ്. തമിഴ്നാട്ടിലെയും UPയിലെയും ഒക്കെ തുകൽ വസ്ത്രം കയറ്റുമതി ചെയ്യുന്ന ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. അവരുടെ ലാഭത്തിന്റെ വലിയൊരു ഭാഗം ഈ താരിഫിൽ പോകും. സ്വാഭാവികമായും തൊഴിലവസരങ്ങളെയും ഇത് ബാധിക്കാം. ഭൗമരാഷ്ട്രീയപരമായ കാര്യങ്ങളോ? അവിടെയാണ് പ്രധാന വെല്ലുവിളി. ഒരു വശത്ത് റഷ്യയുമായുള്ള നമ്മുടെ പഴയ ബന്ധം, മറുവശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ സഹകരണം കൂടി വരുന്നു. ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ ഇന്ത്യയുടെ മേൽ നല്ല സമ്മർദ്ദമുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം എന്തായിരിക്കാം ഇതിനു പിന്നിൽ? പലതുമാവാം. ഒന്ന്, ഈ വ്യാപാര ചർച്ചകളിൽ അവർക്ക് മുൻതൂക്കം കിട്ടണം. 2, റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കാം. 3, അമേരിക്കൻ കമ്പനികൾക്ക്
ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ഇടം കണ്ടെത്തുക. അപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞാൽ? 1. സാമ്പത്തിക ആഘാതം. 2. US മാർക്കറ്റിൽ നമ്മുടെ മത്സരക്ഷമത കുറയും. വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്കിത് ഗുണമാടും. 3. വിദേശ നയത്തിൽ ബാലൻസ് ചെയ്യാനുള്ള സമ്മർദ്ദം. 4. ഈ ഉഭയകക്ഷി ചർച്ചകളിലുള്ള വിശ്വാസ്യത കുറയാനുള്ള സാധ്യത. ഇതൊരു സങ്കീർണമായ സാഹചര്യം തന്നെ. അപ്പോൾ ഈ അവസ്ഥയിൽ ഇന്ത്യക്ക് പ്രായോഗികമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും? മുന്നോട്ടുള്ള വഴി എന്താണ്? ഏറ്റവും പ്രധാനം ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. ഒന്നാമതായി, നയതന്ത്ര ചർച്ചകൾ തുടരണം. ഒരു ന്യായമായ കരാറിലെത്താൻ പരമാവധി ശ്രമിക്കണം. ഓക്കേ. രണ്ടാമതായി, WTO പോലുള്ള വേദികൾ ഉപയോഗിക്കണം. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കത്തെ അവിടെ ചോദ്യം ചെയ്യണം. പ്രതികാര നടപടികളോ? അത് വളരെ ശ്രദ്ധയോടെ വേണം. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ തിരിച്ചടിക്കാത്ത രീതിയിൽ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ മാത്രം. അതിനപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ പോലുള്ള മറ്റു വിപണികളുമായിട്ടുള്ള നമ്മുടെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക, പിന്നെ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുക, കയറ്റുമതിക്ക് കൂടുതൽ മത്സരശേഷി ഉണ്ടാക്കുക. അതാണ് പ്രധാനം. ശരി. അപ്പോൾ അമേരിക്കയുടെ ഈ പുതിയ താരിഫുകൾ, അതിന്റെ കാരണങ്ങൾ, ഇന്ത്യ എങ്ങനെ പ്രതികരിച്ചു, ഇത് നമ്മുടെ സാമ്പത്തിക, നയതന്ത്ര, തന്ത്രപരമായ തലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കാം, മുന്നോട്ടുള്ള വഴികൾ, ഇതൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അതെ. ഇവിടെ നിങ്ങൾക്ക് ആലോചിക്കാനൊരു പ്രധാന ചോദ്യമുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ നമ്മുടെ താൽപ്പര്യങ്ങളൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെ അമേരിക്ക, റഷ്യ പോലുള്ള വലിയ ശക്തികളുമായുള്ള ബന്ധം ഇന്ത്യയ്ക്ക് എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിലെ വിശദമായ ചർച്ചയ്ക്ക് നന്ദി. ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മളിന്ന് അസമിലെ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. അസമിലെ കയ്യേറ്റവും കുടിയേറ്റ പ്രശ്നങ്ങളും എന്നൊരു ലേഖനം വന്നിരുന്നു. അതിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം, എന്തൊക്കെയാണ് പ്രധാന കണ്ടെത്തലുകൾ, പിന്നെ UPSC പരീക്ഷയ്ക്ക് ഇതെങ്ങനെ വരും എന്നതൊക്കെ നമുക്ക് നോക്കാം, അല്ലേ? തീർച്ചയായും. ശരിക്കും ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. നോക്കാം. നിങ്ങൾ UPSCക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതെ. ഇപ്പൊ പ്രിലിംസിന്റെ കാര്യമെടുത്താല് ആന്തരിക സുരക്ഷയില്ലേ, അതില് ഈ വടക്കുകിഴക്കൻ മേഖലയിലെ അനധികൃത കുടിയേറ്റം ഒരു വിഷയമാണ്. പിന്നെ ഇന്ത്യൻ പോളിറ്റിയില് അസം കരാർ, ILP എന്ന ഇന്നർ ലൈൻ പെർമിറ്റ്, അതുപോലെ വനാവകാശ നിയമം, ഇതൊക്കെ വരാം. ഓക്കെ. ഭൂമിശാസ്ത്രപരമായും ചോദ്യങ്ങൾ വരാം. മെയിൻസിലേക്ക് വരുമ്പോ GS പേപ്പർ 1-ൽ ഇന്ത്യൻ സമൂഹം, വർഗീയത പോലുള്ള വിഷയങ്ങൾ. ശരി. GS പേപ്പർ 2-വിൽ സർക്കാർ നയങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ GS പേപ്പർ 3-ൽ ഈ അതിർത്തികളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, വികസനം, തീവ്രവാദം, ഇതിലൊക്കെ ഇത് കണക്ട് ചെയ്തു വരും. ശരിയാണ്. അപ്പോൾ ഈ ലേഖനത്തിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഈ ഒഴിപ്പിക്കൽ നടപടി വലിയ വിവാദമായി എന്നാണോ? അതെ, അത് തന്നെയാണ് പ്രധാന പോയിന്റ്. അതായത് വനഭൂമിയിൽ നിന്നും സർക്കാർ ഭൂമിയിൽ നിന്നും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു. പക്ഷേ ഇത് കൂടുതലും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നൊരു വിമർശനം അത് ശക്തമായിട്ടുണ്ട്. ഓക്കെ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? സർക്കാർ പറയുന്നത് ഇത് ഭൂമി ജിഹാദ് തടയാൻ വേണ്ടിയാണ് എന്നാണ്. ഭൂമി ജിഹാദ്. ഇതിനൊരു ചരിത്രപരമായ കാരണം കൂടിയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഈ 1979-85-ലെ അസം പ്രക്ഷോഭം, പിന്നെ അസം കരാർ. തീർച്ചയായും. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതേസമയം സർക്കാർ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? അതായത് ഈ വനാവകാശ നിയമം FRA ഇല്ലേ? 2006-ലെ. അതെ. അതുപ്രകാരം 2005 മുൻപ് മുതൽ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികളുണ്ട്. അവരെ ഇത് ബാധിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഓക്കെ. പിന്നെ ഈ അയൽ സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ. അവരെല്ലാം അതിർത്തികളിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്നർ ലൈൻ പെർമിറ്റ് ILP കൊടുക്കുന്നത് കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ILP കർശനമാക്കിയത്? ഒരു പക്ഷേ ഈ കുടിയേറ്റം അങ്ങോട്ട് വ്യാപിക്കാതിരിക്കാനാവാം. പിന്നെ ഈ കയ്യേറ്റ പ്രശ്നം, അത് അസമും അയൽ സംസ്ഥാനങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കും ഒരു കാരണമായി മാറുന്നുണ്ട്. ശരിയാണ്. ഗുവാഹത്തി ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിലൊരു ഉന്നതതല സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലെ ചില അടിസ്ഥാന കാര്യങ്ങൾ, പ്രിലിംസിന് ആവശ്യമുള്ളവ ഒന്ന് നോക്കിയാലോ?
എന്താണ് ഈ അസം പ്രക്ഷോഭവും അസം കരാറും? അത് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് പേര് അനധികൃതമായി അസമിലേക്ക് വന്നു. അതിനെതിരെ 1979 മുതൽ 85 വരെ വലിയ പ്രക്ഷോഭം നടന്നു. ആ അതിന്റെ ഒടുവിൽ 1985 ഒപ്പുവെച്ച കരാറാണ് അസം കരാർ. അതനുസരിച്ച് 1971 മാർച്ച് 24 അതാണ് വിദേശികളെ കണ്ടെത്താനുള്ള കട്ട് ഓഫ് തീയതി. അതിനുശേഷം വന്നവരെ തിരിച്ചറിയണം, തിരിച്ചയക്കണം. അതാണോ? അതെ, അതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. പിന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് ILP. ILP എന്ന് പറഞ്ഞാൽ അതൊരു യാത്രാരേഖയാണ്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള പൗരന്മാർക്ക് ചില സംരക്ഷിത സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ പെർമിറ്റ് വേണം. ഇപ്പൊ അരുണാചൽ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ ഇവിടെയൊക്കെ ILP ഉണ്ട്. ഓക്കെ, എല്ലാ സംസ്ഥാനത്തുമില്ല. ഇല്ല. വനാവകാശ നിയമം FRA 2006. അത് പ്രധാനമാണ്. പരമ്പരാഗതമായി കാട്ടിൽ താമസിക്കുന്ന ആദിവാസികൾക്കും മറ്റു വനവാസികൾക്കും അവർ താമസിക്കുന്ന വനഭൂമിയിലും അവിടുത്തെ വിഭവങ്ങളിലും അവകാശം നൽകുന്ന നിയമമാണത്. ശരി. ഇനി ഈ ഭൂമി ജിഹാദ് എന്നൊരു വാക്ക് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അത് എന്താ പറയുക, കുറച്ച് വിവാദപരമായ ഒരു പ്രയോഗമാണ്. അതായത് ഒരു പ്രത്യേക മതവിഭാഗം ഒരു സ്ഥലത്തെ ജനസംഖ്യാ അനുപാതം മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ഭൂമി വാങ്ങിക്കൂട്ടുന്നു എന്നൊരു ആരോപണമാണ്. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം പലപ്പോഴും തർക്കത്തിലാണ്. ഓക്കെ, അപ്പൊ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതെങ്ങനെ കാണണം? മെയിൻസിനിത് വളരെ പ്രധാനമാണ്. കാരണം അസമിലെ ഈ വിഷയം നോക്കുമ്പോൾ കുടിയേറ്റം, ഭൂമി, വംശീയമായ കാര്യങ്ങൾ, രാഷ്ട്രീയം ഇതെല്ലാം തമ്മിൽ ഭയങ്കര സങ്കീർണമായ ബന്ധമാണുള്ളത്. ശരിയാണ്. തദ്ദേശീയരായ ആളുകളുടെ ആശങ്കകളുണ്ട്. അതേസമയം ഈ സർക്കാർ നടപടികളെ വർഗീയമായി കാണുന്ന വിമർശനങ്ങളുമുണ്ട്. അപ്പോ രണ്ട് വാദങ്ങളുണ്ട്. സർക്കാരിന്റെ ഭാഗം എന്താണ്? അനുകൂലിക്കുന്നവരെന്താണ് പറയുന്നത്? സർക്കാർ പ്രധാനമായും പറയുന്നത് തദ്ദേശീയരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ജാതി മാട്ടി ഭേടി എന്നൊരു മുദ്രാവാക്യം തന്നെയുണ്ട്, നിയമം നടപ്പാക്കണം, സർക്കാർ ഭൂമി സംരക്ഷിക്കണം, പിന്നെ ദേശീയ സുരക്ഷ. ഇതൊക്കെയാണ് അവരുടെ വാദങ്ങൾ. ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത് പ്രധാനമായും ബംഗാളി മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതിനു വർഗീയ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു. ഓക്കെ. പിന്നെ വലിയ തോതിലുള്ള മാനുഷിക പ്രതിസന്ധി ഇതുണ്ടാക്കുന്നുണ്ട്. കൃത്യമായ പുനരധിവാസമില്ലാതെയുള്ള ഒഴിപ്പിക്കൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മേഖലയിൽ ഇത് കൂടുതൽ അസ്ഥിരതയുണ്ടാക്കുമെന്നും പറയുന്നു. അപ്പോ ഇതിനൊരു പരിഹാരം എങ്ങനെയാണ്? ഒരു സമതുലിതമായ കാഴ്ചപ്പാട് എന്തായിരിക്കും? തീർച്ചയായും കയ്യേറ്റം തടയേണ്ടതാണ്, അതിൽ സംശയമില്ല. പക്ഷേ അത് മനുഷ്യത്വപരമായി ചെയ്യണം, നിയമപരമായ എല്ലാ നടപടികളും പാലിക്കണം. പുനരധിവാസം അത് ഉറപ്പാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഹൈക്കോടതി പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രശ്നം പരിഹരിക്കാൻ നോക്കണം. അസം കരാർ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിഷ്പക്ഷമായി നടപ്പാക്കണം. വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പകരം ആ മേഖലയുടെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അസമിലെ ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സങ്കീർണമായ വിഷയത്തിലെ പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അതെ. നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ തദ്ദേശീയരുടെ അവകാശങ്ങളും അതേസമയം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ മാനുഷിക പ്രശ്നങ്ങളും ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് പരിഗണിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നതാണ്. അതൊരു വലിയ ചോദ്യമാണ്. ശരിയാണ്. ശരി, ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ അവസാന വാർത്തയിലേക്ക് വരാമല്ലേ? എത്തിയിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരം, ഇതാണ് വിഷയം. അപ്പോ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഇത്ര പെട്ടെന്നൊരു പ്രധാന ചർച്ചയായത്? ശരിയാണ്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, പിന്നെ ഇന്ത്യയുടെ നിലപാട്, ഇതൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. പ്രത്യേകിച്ച് UPSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിശകലനം എന്തായാലും ഉപകാരപ്പെടും. തീർച്ചയായും. പ്രിലിംസിന്റെ കാര്യമെടുത്താൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതിലെ ഇസ്രയേൽ പലസ്തീൻ ദ്വിരാഷ്ട്ര പരിഹാരം UN ഇതൊക്കെ വരും. പിന്നെ ലോകചരിത്രം, ബാൽഫർ പ്രഖ്യാപനം, സൈക്സ് പിക്കോ കരാർ, ബ്രിട്ടീഷ് മാൻഡേറ്റ്, ഇതൊക്കെ ബന്ധമുണ്ട്. അതെ, ശരിയാണ്. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1ൽ ലോകചരിത്രം, പിന്നെ GS പേപ്പർ 2. അതിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, പ്രാദേശിക കൂട്ടായ്മകൾ, അവിടെയെല്ലാം ഇത് വരും. അപ്പോ എന്താണ് ശരിക്കും ഈ വാർത്തയിലെ പ്രധാന കാര്യം? പ്രധാന സംഭവം എന്താന്ന് വെച്ചാൽ
ഗാസയിലെ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, പോർച്ചുഗൽ അങ്ങനെയുള്ള ചില പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ ഓക്കെ. അവര് പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനെ പറ്റി വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നു. ഓഹോ, അപ്പൊ അതൊരു പുതിയ നീക്കമാണല്ലോ. അതെ, ബ്രിട്ടീഷ് പ്രതിപക്ഷ നേതാവ് കെയർ സ്റ്റാർമർ ഏതാണ്ട് സൂചന കൊടുത്തു കഴിഞ്ഞു. ഇസ്രയേൽ വെടിനിർത്താനും ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്കും സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറോടെ അവർ പാലസ്തീനെ അംഗീകരിച്ചേക്കുമെന്ന്. ഇത് ശരിക്കൊരു വലിയ മാറ്റം തന്നെയാണ്. ശരിയാണ്, മുൻപത്തെ നിലപാടിൽ നിന്ന് വലിയൊരു വ്യത്യാസം. തീർച്ചയായും ഇതൊരു വലിയ നയതന്ത്രപരമായ മാറ്റം തന്നെയാണ്. കാരണം ഇതുവരെ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു അന്തിമ കരാറിന് ശേഷം മതിയെന്നല്ലേ? അതെ, ഇസ്രയേലും പാലസ്തീനും ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് അംഗീകരിക്കാം. അതായിരുന്നു ലൈൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അല്ല, ഇപ്പൊ തന്നെ 193 UN രാജ്യങ്ങളിൽ 147 എണ്ണം പലസ്തീനെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ബ്രിട്ടനും ഫ്രാൻസും കൂടി ഈ നിലപാടിലേക്ക് വന്നാൽ അമേരിക്ക, അതായത് UN-ൽ ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത കൂട്ടാളി, അവര് കൂടുതൽ ഒറ്റപ്പെടും. അത് ശരിയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 1917-ൽ ഈ ബാൽഫർ പ്രഖ്യാപനം വഴി ജൂതരാഷ്ട്രത്തിന് ഒരു ദേശീയ ഭവനം എന്ന ആശയം കൊണ്ടുവന്നത് ബ്രിട്ടനാണല്ലോ. അതെ. അതേ ബ്രിട്ടൻ തന്നെ ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നത് ഒരു ചരിത്രപരമായ കാര്യം തന്നെയാണ്. തീർച്ചയായും. ഇതിനു പിന്നിൽ ഗാസയിലെ ആ മാനുഷിക പ്രതിസന്ധി, പിന്നെ അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ നേരിടുന്ന വംശഹത്യ ആരോപണങ്ങൾ, ഇതൊക്കെ ഘടകങ്ങളാണ്. ഈ ദ്വിരാഷ്ട്ര പരിഹാരം അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം അതിപ്പോഴും എത്രത്തോളം പ്രസക്തമാണ്? ഇത്രയധികം സങ്കീർണമായൊരു ചരിത്രത്തിൽ ഇതൊരു പരിഹാരമാകുമോ? നല്ല ചോദ്യമാണ്. ഇപ്പോഴും അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ടു വെക്കുന്ന പ്രധാന ഫോർമുല അതുതന്നെയാണ്. അതായത് സുരക്ഷിതമായ അതിർത്തികളോടെ ഇസ്രയേൽ എന്ന രാഷ്ട്രം, അതിനൊപ്പം ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം, രണ്ടും നിലവിൽ വരിക. ശരി. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഇതിന്റെ ചരിത്രം വളരെ സങ്കീർണമാണ്. 1917-ലെ ബാൽഫർ പ്രഖ്യാപനം തൊട്ട്. ജൂതർക്ക് ദേശീയ ഭവനം. അതെ. അതിനു മുൻപ് 1916-ലെ സൈക്സ് പിക്കോ കരാർ, ഓട്ടോമൻ സാമ്രാജ്യം പങ്കിട്ടെടുക്കാനുള്ള രഹസ്യധാരണ. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. അതെ. പിന്നെ ലീഗ് ഓഫ് നേഷൻസ് ബ്രിട്ടനെ ഭരണമേൽപ്പിച്ചത്, മാൻഡേറ്റ് സമ്പ്രദായം. ശരി. ആ മാൻഡേറ്റിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ജൂതരാഷ്ട്ര സ്ഥാപനത്തെ സഹായിക്കണം, അതേസമയം അറബ് ജനതയുടെ അവകാശങ്ങളും സംരക്ഷിക്കുകയും വേണം. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. അതെ, അത് തുടക്കം മുതലേ സംഘർഷത്തിന് കാരണമായി. ഈയൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് എവിടെയാണ് വരുന്നത്? ഈ പുതിയ മാറ്റങ്ങൾ അത് ഇന്ത്യക്ക് എങ്ങനെയാണ്? അവസരങ്ങളാണോ അതോ വെല്ലുവിളികളാണോ കൂടുതൽ? ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ നമ്മള് 1988-ൽ തന്നെ പലസ്തീനെ അംഗീകരിച്ചതാണ്. അതെ, ആദ്യത്തെ അറബ് ഇതര രാജ്യങ്ങളിലൊന്നായിട്ട്. ശരിയാണ്. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിനു വേണ്ടിയാണ് വാദിക്കുന്നത്. അപ്പൊ ഈ പാശ്ചാത്യ രാജ്യങ്ങളിപ്പോൾ നമ്മുടെ പഴയ നിലപാടിലേക്ക് വരുന്നത് നമുക്ക് നല്ലതല്ലേ? തീർച്ചയായും. ഒരു തരത്തിൽ ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനുള്ള അംഗീകാരം പോലെയാണത്. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു. സമാധാന ചർച്ചകളിൽ ഒരു മധ്യസ്ഥ റോളൊക്കെ സാധ്യതയുണ്ട്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായും അറബ് ലോകവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. ശരി. പക്ഷെ വെല്ലുവിളികളും കാണുമല്ലോ. ഉറപ്പായും. പ്രധാന വെല്ലുവിളി ഇസ്രായേലുമായുള്ള ബന്ധമാണ്. അവര് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയാണ്. അതെ, ടെക്നോളജിയിലും സഹകരണമുണ്ട്. അപ്പോൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് അതൊരു നയതന്ത്രപരമായ ബാലൻസിംഗ് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നയവും അതും കണക്കിലെടുക്കണം. അതുകൊണ്ട് ഇന്ത്യ മുന്നോട്ടു പോകേണ്ടത് വളരെ ശ്രദ്ധിച്ചാണ്. ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യണം. ദ്വിരാഷ്ട്ര പരിഹാരത്തിലുള്ള നമ്മുടെ പ്രതിബദ്ധത ഒന്നുകൂടി ഉറപ്പിക്കണം. ഇസ്രയേലുമായും പലസ്തീനുമായുമുള്ള നമുക്കുള്ള നല്ല ബന്ധം ഉപയോഗിച്ച് ഒരുപക്ഷെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിക്കാം. ഗാസയ്ക്കുള്ള മാനുഷിക സഹായം എന്തായാലും തുടരണം. ലക്ഷ്യമെന്തായിരിക്കണം? ലക്ഷ്യം വ്യക്തമാണ്. ഈ പുതിയ അന്താരാഷ്ട്ര സമവായം ഉപയോഗിച്ച് സമാധാന പ്രക്രിയയെ മുന്നോട്ടു കൊണ്ടുപോകാൻ സഹായിക്കുക. അതേസമയം നമ്മുടെ തന്ത്രപ്രധാന പങ്കാളികളുമായുള്ള ബന്ധം അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ, പലസ്തീൻ അംഗീകാരത്തിന്റെ കാര്യത്തിൽ ഒരു നിർണായകമായ മാറ്റം വരുന്നു. അതിന്റെ ചരിത്രവും ഇന്ത്യയുടെ സാധ്യതകളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതെ,
ഇവിടെ നിങ്ങൾ ആലോചിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് ഈ മാറുന്ന സാഹചര്യത്തിൽ. എന്താണത്? ഇസ്രായേൽ പലസ്തീൻ പോലുള്ള വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ രാജ്യത്തിനും ദേശീയ താൽപര്യം അഥവാ നാഷണൽ ഇൻട്രസ്റ്റ് എന്നതിന്റെ അർത്ഥം തന്നെ ഒരുപക്ഷെ മാറുന്നുണ്ടോ? അങ്ങനെ മാറുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതൊന്ന് ആലോചിക്കാവുന്നതാണ്. ശരിയാണ്, നല്ലൊരു ചിന്തയാണത്. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ വിഷയങ്ങൾ ഇന്ന് തന്നെ ഒന്നുകൂടി നോക്കി ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതെ. നാളെ നമുക്ക് പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ.